അപ്പോൾ നമ്മുടെ കിഴിയൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ചൂട് ആവിയൊക്കെ പറക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാമല്ലേ. വാഴയിലെല്ലാം വാടിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ട് പൊട്ടിച്ച് നോക്കാം. സൂപ്പർ. നല്ല ആവി പറക്കുന്നുണ്ടോ തോമ? ഒരു പീസ് എടുത്ത് നമുക്ക് വേണ്ട. പൊറോട്ട നല്ല മായമായി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം കൂടെ കയറിയപ്പോൾ പൊറോട്ട ഉണ്ടോ? സൂപ്പറാണ്. വേറെ ലെവൽ സാധനം കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ മീൻ വാങ്ങുന്നുണ്ടെങ്കിലേ പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അപാര ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി ഗ്രേവി. ഇതേപോലെ നമുക്ക് കാപ്പിക്കൊക്കെ ആയാലും പൊറോട്ട ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സാധനം കേട്ടോ. ചിക്ക് ഗ്രേവി അതിൻ്റെ പ്രത്യേകതയില്ലേ? അതെ. ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് ആദ്യം നമ്മുടെ ചൂര ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് കഴുകിക്കൊണ്ട് വരാം കേട്ടോ. മീൻ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. നമുക്ക് ഈ മസാലയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. തോമ നല്ലോണം മസിൽ പിടിച്ചാൽ മതി ഇളക്കാല്ലേ. ഇപ്പൊ തോമ നമ്മുടെ മീന് നമുക്ക് മസാലക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ. മസിൽ പിടിച്ച മസാല കുറച്ച് നേരം മസാല കിടന്നൊന്ന് പുളിക്കട്ടെ. അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവ നല്ല രീതിയിൽ ഒന്ന് മസാല പിടിച്ച് കിടക്കട്ടെ അല്ലേ. കുറച്ച് നേരം വെച്ചേക്കണ്ടേ? 1 മണിക്കൂർ ഇരുന്നോട്ടെ. ഓക്കെ. അപ്പം മീനൊന്ന് മസാല പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉള്ള കുറച്ച് സവാളയും പച്ചമുളകൊക്കെ വേണം. അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അവിടെ ഈ സവാള നമുക്കൊന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം അല്ലേ. ഇത്ര കുനുകുനാന്നാവണ്ട, ശരി കലത്തിരിക്കട്ടെ അല്ലേ. വഴറ്റാനുള്ളതല്ലേ? വഴറ്റാനുള്ള നമുക്ക് അരയ്ക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വലിയ കുനുകുനാന്ന് വേണമെന്നില്ല. അപ്പോൾ നമുക്ക് തീ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് പാനൊക്കെ വെച്ച് കൊടുക്കാം അല്ലേടാ. വെക്കാം. ഓണക്കട്ടെ. തീ കത്തുന്നുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതായിട്ടും ചൂടായിട്ടുണ്ട്. സവാള റെഡിയായോ ജോബിനെ? സവാള റെഡി. നമുക്ക് സവാള അങ്ങ് ഇട്ട് കൊടുക്കാം അല്ലേ. അതെ. ഒന്ന് നന്നായിട്ട് ഇളക്കിക്കോ കേട്ടോ. ഒന്ന് വാടി വരട്ടെ. ഈ സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട ഇത്ര ഐറ്റം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് വഴറ്റി വരും. നല്ല മണമുണ്ട് കേട്ടോ. തോമ നമുക്കൊരു 3-4 പച്ചമുളക് കൂടെ നമുക്ക് ഇട്ട് അതെ ഒന്ന് വാട്ടിയെടുക്കാം അല്ലേ. ഇതെല്ലാം അരയ്ക്കാനുള്ളതിലൂടെ എല്ലാം നമുക്ക് മിക്സ് ചെയ്തിട്ട് അരയ്ക്കാനുള്ളത് കേട്ടോ. ജീരകവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ പൊട്ടുകടല ഇതൊക്കെ നമുക്ക് ചേർക്കാം. പക്ഷെ നമ്മുടെ അതില്ലാത്തതുകൊണ്ട് നമ്മളത് ചേർക്കുന്നില്ല. അതെ തോമ. ഇനി എന്താ ഇടാനുള്ളത്? സവാള ഇപ്പം മുന്നോട്ട് വാടിയില്ലേ. അതെ അതെ. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി കേട്ടോ, നോക്കണമെന്നൊന്നുമില്ല. സവാളയും തേങ്ങയും നമ്മളെല്ലാം കൂടെ വഴറ്റി വെച്ചിട്ടുണ്ട് ഇല്ലേ തോമ? അതെ. അപ്പോൾ ഇത് മിക്സിയിലിട്ട് നമുക്ക് നേരെ നരച്ചോണ്ട് വരാം. അപ്പോൾ തോമ നമ്മുടെ മീൻ നമ്മൾ 1 മണിക്കൂർ ആയിട്ടുണ്ടല്ലേ റെസ്റ്റിന് വെച്ചിട്ട്? അതെ. നമുക്ക് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ മതി അല്ലേ? അതെ. വലിയ വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് മതി. അപ്പോൾ നമുക്ക് ഈ മീനിങ്ങനെ ഓരോന്നായിട്ടൊന്ന് കിട്ടുന്ന വറുത്തെടുക്കാം അല്ലേ. നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പേസ്റ്റ് ഒരു മണം. അപ്പോൾ തോമ നമ്മളിതൊരു ചെറിയ ചൂര കുഞ്ഞുങ്ങളെ മാച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ മീനൊക്കെ വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. പിന്നെ അപ്പോൾ അതിനെല്ലാവരും സപ്പോർട്ടൊക്കെ വേണം. തോമ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടല്ലേ. നാട്ടുകാരൊക്കെ ഈ മണം കേട്ടിട്ട് എന്തോ സംഭവം നോക്കുമല്ലോ. മിക്കവാറും വരും. നമ്മുടെ മീന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മീൻ മൂത്താൽ മതി നമുക്ക്. മസാലയൊക്കെ പിടിച്ചൊന്ന് തോമാൻ നോക്ക്. അപ്പം നമ്മുടെ മീൻ വറുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. മൺചട്ടി ഒന്ന് എടുക്ക്. അപ്പം അത് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ പുതിയ ചട്ടിയില്ലേ? അതെ. ഉദ്ഘാടനമാണ് കേട്ടോ. പുതിയ ചട്ടി നമുക്ക് വെച്ച് കൊടുക്കാം. തീ കത്തിച്ചു.
തീ കത്തിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഇനിയാണ് നമ്മുടെ കറിയുടെ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തോമ നമ്മുടെ ഈ വെളിച്ചെണ്ണ മൂത്തിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചതച്ച് ഇട്ടാലും മതി കേട്ടോ. നമ്മളിത് പേസ്റ്റ് ആക്കിക്കൊണ്ട് അത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി എന്താ വേണം? ഇനി ഒന്ന് വാടി വരട്ടെ. എൻ്റെ ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റുകൾ. തോമ കുറച്ച് മഞ്ഞപ്പൊടി കേട്ടോ. മഞ്ഞപ്പൊടി ഇത്ര മതിയായിരിക്കും? മതി ഇത്ര കേട്ടോ. മഞ്ഞപ്പൊടിയായി. ഇനി എന്താ വേണം? ഇനി ലേശം കാശ്മീരി മുളക് പൊടി കിട്ടും. കാശ്മീരി മുളക് പൊടി എത്ര വേണം? മതിയോ? ഇച്ചിരി കേട്ടോ. മതിയോ? മതി. ഇനി എന്താ വേണം? നമ്മുടെ മീനകത്ത് മസാല ഉണ്ടായതുകൊണ്ട് ഇത്രയും മതി കേട്ടോ. ഇനി എന്താ വേണം? ഇനി നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ കുറച്ച് മതിയോ? മതി. ഓക്കെ. എടാ ജോബിനെ, ഈ ടേബിൾ സ്പൂണും ടീസ്പൂണും നമ്മൾ എന്താ വ്യത്യാസം? ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിളിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള കുറച്ച് വലിപ്പമുള്ള സ്പൂണാണ്. അതിനാണ് നമ്മൾ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. നമ്മുടെ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ടൈപ്പ് സ്പൂൺ, നമുക്ക് ചായക്ക് പഞ്ചസാര, ഇത് ടീസ്പൂൺ ആണോ? ഇതാണ് ടീസ്പൂൺ. 3/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടോ. ഗരം മസാല. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലയുടെ ആ പച്ചമണമൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അല്ലേ? അതെ. ഇനി നമുക്ക് അരച്ച് വെച്ച പേസ്റ്റുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ആ തേങ്ങയും സവാളയും കൂടെ അരച്ച് വെച്ചതാണ് കേട്ടോ. തേങ്ങ ആദ്യമേ ഇടാം. ഇട്ടേ ഇട്ടോ ആണ്ടേ. ഇതിനകത്ത് എന്തൊക്കെ ചേർത്തായിരുന്നു? തേങ്ങയും സവാളയും നമ്മുടെ പച്ചമുളകും ഗ്രാമ്പും ഇടുവാണേ എല്ലാം ഇട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് അങ്ങോട്ട് വരണം കേട്ടോ. അതാണ് നമ്മുടെ ഈ മീൻ കറിയുടെ ഒരു രീതി. അപ്പോൾ നമ്മുടെ ഈ അരപ്പിലേക്ക് തോമാ നമ്മുടെ തക്കാളി പേസ്റ്റ് കൂടെ ഒഴിച്ചു കൊടുക്കാം. തക്കാളി പേസ്റ്റ് എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റ് ആവട്ടെ കേട്ടോ. കുറച്ച് നേരം ഒന്ന് നമ്മുടെ ഗ്രേവി ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ 2 തക്കാളിയിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത്? 2 തക്കാളിയാണ്. ഉപ്പിട്ടേക്കാം. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര മതിയായിരിക്കുമോ? ഇട്ടോ. നമുക്ക് നോക്കിയിട്ടിടാം. ഓക്കെ. വലിയ ചട്ടി വാങ്ങിച്ചത് കാര്യമായി. നമുക്ക് വിശാലമായിട്ട് ഇളക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ തോമാ? അതെ. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് മുകളിലോട്ട്. കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി. അതെ. ഇട്ട് കൊടുക്കാം. 1 2 3 എണ്ണൊന്നും വേണ്ട, നീ വാരി ഇട്ടോ. എല്ലാം ഇട്ടോ, കംപ്ലീറ്റ് ഇട്ടോ. തോമ കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. അതെ. ഇത് അപാര ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മളൊന്നും സാധാരണ വീടുകളിൽ ഇത് ഇടാറില്ല, പക്ഷേ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തിരുമ്മിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി തോമയുടെ ഒരു സ്പെഷ്യലും കൂടെ. കസ്തൂരി മേത്തി കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു വേറൊരു മണം അല്ലേ തോമ? അതെ. വലിയ കേട്ടോ. മതിയായിരിക്കും. മതി. ഇപ്പം തന്നെ കാണാൻ എന്താ അടിപൊളി. നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ടാം കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പില. അയ്യോ, എന്ത് മണമല്ലേ തോമ? അതെ. നല്ല മണമൊക്കെ വരുന്നുണ്ട് തോമ. അതെ. നമ്മുടെയൊക്കെ വീട്ടിൽ മീൻകറി വെക്കുവാണെങ്കിൽ അങ്ങനെ ഇവിടുന്ന് വെള്ളം ഒഴിച്ചാൽ വെട്ടിക്കല പഞ്ചായത്തിൽ പോയി നിൽക്കത്തുള്ളൂ. ഇപ്പോൾ തോമ നമ്മുടെ ഈ മീൻ നമ്മൾ കഴിക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. അതെ. തോമയുടെ വാഴയിലൊക്കെ വാട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കിഴിയാക്കിയിട്ട്. അതെ. അപ്പം നമുക്ക് ഈ ചട്ടി ഒന്നുകൂടെ നമുക്ക് ചൂടാക്കിയെടുക്കാം. വാഴയില കൊണ്ട് വെച്ചുകൂടെ? ഓക്കെ. അപ്പം നമ്മൾ ഈ മീനിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് മാമ? നമ്മൾ മീനിൻ്റെ കൂടെ പൊറോട്ട നല്ല ചൂട് പൊറോട്ടയും കൂടെ എടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ആദ്യം ഒരു പൊറോട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ പൊറോട്ടയുടെ മുകളിലൂടെ നമുക്ക് ഒരു മീനും ഇച്ചിരി ഗ്രേവിയും അങ്ങോട്ട് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലോണം അങ്ങോട്ട് ആ ഗ്രേവിയൊക്കെ അങ്ങോട്ട് സൈഡിലോട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് തോമ അടുത്ത പൊറോട്ട അങ്ങോട്ട് വെച്ചോട്. തേങ്ങാപ്പാൽ കൊണ്ട് ഇതിലൂടെ അവസാനം കുറച്ച് നമുക്ക് തേങ്ങാപ്പാലൂടെ അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പാലൂടെ അല്ലേ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട്. ഇച്ചിരി കറിയും കൂടെ അങ്ങോട്ട് മുകളിലോട്ട് ഇട്ട് വെച്ച് കൊടുക്കാം. ഇച്ചിരി ഗ്രേവിയും കൂടെ അങ്ങോട്ട് സെറ്റാക്കാം കേട്ടോ. അടുത്ത പൊറോട്ട അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നമ്മുടെ മീൻകറിയും കൂടെ നമുക്ക്
പിന്നെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പൊറോട്ട ഒരു പൊറോട്ടയും കൂടെ വെച്ചിട്ട് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. ക്ലോസ് ചെയ്യാം. അതായിരിക്കുമല്ലോ. എന്നിട്ട് ലേശം തേങ്ങാപ്പാലൂടെ നമ്മുടെ ബാലൻസ് ബാക്കി ഇരിക്കുന്ന മൊത്തം ഒഴിച്ച് കൊടുക്കാം. മൊത്തം അങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് കെട്ടി വെക്കാം. കിഴി കെട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഒരു വള്ളി ഞാൻ എടുത്തരാം. ടൈറ്റ് ചെയ്യോ ടൈറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കിഴി അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെക്കാം. ഇല്ലേ തോമ? അത് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചേ. ആവി കയറാൻ അവിടെ ഇരിക്കട്ടെ, അങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കിഴി ചെയ്ത നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വെച്ചൊന്ന് കഴിച്ച് നോക്കാം. അല്ലേ തോമ? എന്താ എവിടെ അങ്ങോട്ട് ഇരിക്കും, അങ്ങോട്ട് പൊട്ടിച്ച് നോക്കാം. തോമ അപ്പം നമ്മുടെ കിഴിയൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ആ അടിപൊളി. നല്ല ചൂട് ആവിയൊക്കെ പറക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അല്ലേ വാഴയിലെല്ലാം വാടിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ട് പൊട്ടിച്ച് നോക്കാം. സൂപ്പർ. നല്ല ആവി പറക്കുന്നുണ്ടോ തോമ? ആ തേങ്ങാപ്പാലിൻ്റെ മണവും എല്ലാം കൂടെ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ തോമ? ഓക്കെ, ഒരു പീസ് എടുത്ത് നമുക്ക് വേണ്ട. പൊറോട്ട നല്ല മായമായി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം കൂടെ കയറിയപ്പോഴത്തേനും ഉണ്ടോ? ഒരു കഷ്ണം ചെറിയ മീൻ കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കാം. സൂപ്പറാണ്. വേറെ ലെവൽ സാധനം കേട്ടോ. അടിപൊളി. റോബിൻ ഇപ്പോൾ റോബിനെ നമ്മൾ കഴിച്ചത് റോബിൻ നമ്മുടെ ഇത് കഴിക്കാൻ വേണ്ടി ഗൾഫിൽ നിന്നൊക്കെ വന്നതാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ റോബിനെ? ഇത് കിഴി പൊറോട്ടയാണ്. പക്ഷേ എല്ലാവരും ചിക്കനും ബീഫും വെച്ച് കഴിയും. നമ്മൾ മീൻ വെച്ച് കിഴി പൊറോട്ട. അടിപൊളിയാണോ, രക്ഷയില്ല. വേറെ ലെവല്. അങ്ങോട്ട് കിഴി ഇട്ടപ്പോഴത്തേക്ക് ആ പൊറോട്ട എല്ലാം കൂടെ അങ്ങോട്ട് മസാല പിടിച്ച് ആവിയും കൂടെ കയറിയപ്പോഴാണ്. ഞാൻ മീൻ ടേസ്റ്റ് നോക്കിയില്ല. മീൻ അങ്ങോട്ട് ശരി മീനും എടുത്ത് നമ്മളൊരു കഷ്ണം മീൻ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഈ പൊറോട്ടയിൽ നിന്ന് ചുരുട്ടി അങ്ങോട്ട് പിടിക്കാം കേട്ടോ. അപ്പം എല്ലാവരുടെയും വീട്ടിൽ മീൻ വാങ്ങുന്നതായിരിക്കും അല്ലേ തോന്നുന്നു? പിന്നെ അപ്പം മീൻ വാങ്ങുമ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, വേറെ ലെവൽ സാധനം. അതെ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്